ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം എന്നിവ വഴി ഓൺലൈൻ വസ്ത്ര വ്യാപാര തട്ടിപ്പ് വ്യാപകം. യഥാർത്ഥ വസ്ത്ര വ്യാപാര സ്ഥാപനങ്ങളുടെ റീൽ ഉപയോഗിച്ച് വ്യാജ അക്കൗണ്ടുകൾ ഉണ്ടാക്കി തട്ടിപ്പ് നടത്തുകയാണ്. ഓർഡർ ചെയ്യുന്നവർക്ക് വസ്ത്രം ലഭിക്കാതെ വന്നതോടെയാണ് തട്ടിപ്പ് പുറത്തായത്. കരുനാഗപ്പള്ളിയിലെ സുറുമ എന്ന സ്ഥാപനത്തിന്റെ പേരിലും തട്ടിപ്പ് നടന്നു. ഉടമയുടെ പ്രതികരണത്തിലേക്ക്. കുറച്ച് മാസങ്ങളായിട്ടാണ് നമ്മളിത് ശ്രദ്ധിക്കപ്പെടുന്നത്, ഇങ്ങനൊരു സ്കാം നടക്കുന്നുണ്ടെന്നുള്ള കാര്യം. എൻ്റെ പേജിൽ നിന്ന് എൻ്റെ സെയിം വീഡിയോ അവരൊരു പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്ത് അതിനകത്തോട്ട് മാറ്റുക. എന്നിട്ട് എന്താ പറയുക, പ്രൈസ് നേരെ പകുതിയാക്കി അതിനകത്ത് എഴുതി കാണിക്കുക. താഴെ വാട്സപ്പ് എന്നുള്ളൊരു നമ്മൾ ക്ലിക്ക് ചെയ്താൽ തന്നെ വാട്സപ്പ് ഓർഡറിലേക്ക് പോവുകയാണ്. അപ്പോൾ ഓൾറെഡി ആൾക്കാർക്ക് കുറച്ചുകൂടി ഈസിയാണ് വാട്സപ്പിലൂടെ പർച്ചേസ് ചെയ്യാൻ സൈറ്റിനെക്കാട്ടിലും. അപ്പോൾ വാട്സപ്പ് അവർ ചൂസ് ചെയ്യും. അപ്പോൾ എൻ്റെ ഫോട്ടോസ് ഇങ്ങനെ ഇട്ട് കൊടുക്കും, ഏത് ഐറ്റമാണ് വേണ്ടത്. പെട്ടെന്ന് ആൾക്കാർ കയറി ബുക്ക് ചെയ്യുക ചെയ്യുന്നത്. പിന്നെ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഇതിന് ഒരു റിപ്ലൈ ഇല്ല, പേയ്മെൻറ്റ് പോയി കഴിയും. അങ്ങനെയാണ് പിന്നെ നമ്മുടെ നമ്പറിലേക്ക് ഇവർ വിളിക്കുമ്പോഴാണ് ഇതിനെക്കുറിച്ച് അറിയാൻ പറ്റുന്നത്. അപ്പോൾ എന്നെപ്പോലെ ഒരുപാട് ലേഡീസ് ഇതിനകത്ത് ഓൺലൈൻ ചെയ്യുന്ന ഒരുപാട് പേര് ഇതിൽ പെട്ടുപോയിട്ടുണ്ട്. പിന്നെ എല്ലാവരും സൈബർ സെല്ലിലും എല്ലാം കേസ് കൊടുത്തിട്ടുണ്ട്, നമ്മൾ FIR ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഓൾറെഡി നിലവിൽ ചെയ്തു വെച്ചിരിക്കുകയാണ്. സംസ്ഥാനത്തൊട്ടാകെ നിരവധി പേർ പരാതിയുമായി പോലീസിനെ സമീപിച്ചു. ഓൺലൈൻ ബിസിനസ് ചെയ്യുന്നവർക്ക് പോലീസ് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഷമീർ അബ്ദുൾ ഈ വലിയ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കിപ്പം തത്സമയമുണ്ട്. ഷമീർ, ഗുഡ് മോർണിംഗ്. ശരിക്കും പറയുകയാണെങ്കിൽ ഇതിപ്പം ഒരു സ്ഥാപനത്തിന്റെ മാത്രം പ്രശ്നമേ അല്ല ഷമീർ. ഇപ്പം ഓൺലൈൻ വസ്ത്ര വ്യാപാരത്തിലേക്കൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന ഭൂരിഭാഗം ആളുകളും ഈ ഒരു സ്കാമിനെ നേരിടുന്നുണ്ട്. ഇപ്പം നമ്മളെ കൂടെ പ്രതികരിച്ച ആൾ പറഞ്ഞതുപോലെ തന്നെ ഇത് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ നോട്ടീസ് ചെയ്യപ്പെടുന്നത്. ഈ തരത്തിൽ ഇവർ ഇടുന്ന വീഡിയോസൊക്കെ മറ്റു പല അക്കൗണ്ടുകളിൽ വരികയും അതിൽ ഇപ്പം നമ്മൾ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു ബ്രാൻഡിൽ നമുക്കൊരു വിശ്വാസം ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾ കബളിപ്പിക്കപ്പെടാനുള്ള സാധ്യതയും വളരെ കൂടുതലായിരിക്കും. പിന്നെ ഇതിൽ നമ്മൾ പരാതിപ്പെട്ടാലും ഇത്തരത്തിലുള്ള സ്കാമുകളിലേക്ക് അതിവേഗം എത്താൻ ഒരു ബുദ്ധിമുട്ട് നമ്മുടെ സംവിധാനങ്ങളും നേരിടുന്നുണ്ട് എന്നൊരു യാഥാർത്ഥ്യം കൂടി മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, എന്തെങ്കിലുമൊക്കെ നടപടികൾക്കൊക്കെ തുടക്കമായിട്ടുണ്ടോ? ഇപ്പൊ കൊല്ലത്തെ ഒരു വിഷയത്തെ അത് പ്രത്യേകമായി തന്നെ നമ്മൾ എടുത്താൽ എന്താണ് ഈ ഉടമകൾ പറയുന്നതും ആ ഒരു സ്കാമിന്റെ കൂടുതൽ ഡീറ്റെയിൽസും എന്താണ്? സേതുലക്ഷ്മി, ഗുഡ് മോർണിംഗ്. ഈ സ്കാമുമായി ബന്ധപ്പെട്ട് പോലീസ് ഇവരുടെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു എന്ന് വേണം പറയാൻ. ഉത്തരേന്ത്യ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ലോബിയാണ് ഇതിന് പിന്നിലുള്ളത്. രാജസ്ഥാൻ, ഉത്തരാഖണ്ഡ്, അതുപോലെ തന്നെ ഉത്തർപ്രദേശ് തുടങ്ങിയ പ്രദേശങ്ങളിലുള്ള ആളുകളാണ് ഇത്തരത്തിലൊരു കോൾ സെൻറ്റർ സ്ഥാപിച്ച ഈ ഒരു വ്യാജ ഫേസ്ബുക്ക് പേജ് ഉണ്ടാക്കി റീലുകൾ പ്രൊമോട്ട് ചെയ്ത് ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് ഈ റീലുകൾ എത്തിച്ച് അവിടെ നിന്നും പണം തട്ടുന്നത്. ഇവരുടെ എല്ലാം ഈ ഫോൺ നമ്പർ, അതായത് ഈ പണം നൽകിയിരിക്കുന്ന ഈ നമ്പറുകൾ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇത് ഉത്തരേന്ത്യയിലുള്ള പല കർഷകരുടെയും പേരിലുള്ള ആധാർ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് എടുത്ത നമ്പറുകളാണ്. അവരിലേക്ക് പോലീസ് എത്തിയപ്പോൾ അവർ പറയുന്നത് തങ്ങൾക്കറിയില്ല തങ്ങളുടെ ആധാർ കാർഡ് എങ്ങനെ ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണ്. ഇതാണ് ഈ സ്കാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് GPay വഴി നൽകുന്ന ഈ നമ്പർ, ഫോൺ നമ്പർ പല കർഷകരുടെ നമ്പറുകളാണ് ഉത്തരേന്ത്യയിലുള്ള. അവർക്കിതുമായി ബന്ധപ്പെട്ട് യാതൊരു വിവരവുമില്ല. എന്തായാലും ഇവരിലേക്ക് എത്തിക്കഴിഞ്ഞു. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള പോലീസ് സ്റ്റേഷനുകളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്തു. ദിനംപ്രതി 100 കണക്കിന് പേജുകളാണ് ഇത്തരത്തിൽ ഇവർ വ്യാജമായി ക്രിയേറ്റ് ചെയ്യുന്നത്. അതിൽ ഫോളോവേഴ്സ് ഇല്ലെങ്കിൽ ആ ഫോളോവേഴ്സിനെ ഇവർ പ്രൊമോഷൻ നൽകി ആ വീഡിയോ ലക്ഷക്കണക്കിന് ആളുകളുടെ മുമ്പിലേക്ക് എത്തിക്കുകയും അവിടെ നിന്ന് വാട്സപ്പ് ഓർഡർ വഴി പണം സ്വീകരിക്കുകയും ചെയ്യും. ഇതിനുശേഷം ഈ വസ്ത്രങ്ങൾ ലഭിക്കാതെ വരുന്നതോടുകൂടി ഇവർ വീണ്ടും അവരെ വാട്സപ്പ് വഴി ബന്ധപ്പെടുമ്പോൾ കൊറിയർ ചാർജ് നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും പണം സ്വീകരിക്കുകയും വീണ്ടും പണം ഇട്ടുകൊടുത്ത നിരവധി പേരാണ് പരാതിയുമായി രംഗത്തെത്തി ഒറിജിനൽ ആളുകളിലേക്ക്, അതായത് യഥാർത്ഥ വസ്ത്രവ്യാപാരികളുടെ സൈറ്റുകൾ കണ്ടുപിടിച്ച് അവരിലേക്ക് എത്തുമ്പോഴാണ് ഇത്ര വലിയ തട്ടിപ്പ് സംസ്ഥാനത്തിന് വിവിധ ഭാഗങ്ങളിൽ വസ്ത്രവ്യാപാരത്തിൻ്റെ മറവിൽ നടക്കുന്ന വിവരം പോലീസിന് ലഭിച്ചത്. പോലീസ് എന്തായാലും ഒരു ജാഗ്രതാ നിർദ്ദേശം ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്. സംശയാസ്പദമായി നടക്കുന്ന ഇടപാടുകൾക്ക് ഏതെങ്കിലും ഇടപാടുകളിൽ നിങ്ങൾ സംശയാസ്പദമായി ഇടപെടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പണം നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ നമ്പറുകൾ ഉടൻ തന്നെ സൈബർ പോലീസിന് നൽകണം എന്നാണ് പോലീസ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇത് കൊല്ലത്തെ മാത്രം കേസല്ല. നേരത്തെ സേതുലക്ഷ്മി പറഞ്ഞതുപോലെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ യുവ സംരംഭകരായി ഓൺലൈൻ വ്യാപാരം നടത്തി വരുന്ന ആളുകൾക്കാണ് ഇത്തരത്തിൽ ഈ ഒരു തട്ടിപ്പിന് വിധേയമാക്കേണ്ടി വരുന്ന ബിസിനസ് പോലും അവർക്ക് നിർത്തിവെക്കേണ്ടി വരുന്ന
സാഹചര്യം പോലും ഉണ്ട് എന്ന് വേണം പറയാൻ. അതായത് ഓൺലൈനിൽ ബിസിനസ് നടത്താൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇന്നിത് വസ്ത്രവ്യാപാരമാണെങ്കിൽ നാളെ ഇത് പല മേഖലകളിലേക്കും ഇവർ തിരിക്കും. അതുകൊണ്ട് തന്നെ ജാഗ്രതയോടുകൂടി വേണം ഓൺലൈനിൽ നിന്നും ഇത്തരത്തിൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടത്. ഉദാഹരണമായി ഫ്ലിപ്കാർട്ടിൻ്റെ വരെ സൈറ്റുകളിൽ നിന്നും ഈ വ്യാജമായ സൈറ്റുകൾ ഉണ്ടാക്കി അതിൽ ഓണം ഓഫറുകൾ നൽകുന്നു, പലതരത്തിലുള്ള ഓഫറുകൾ നൽകുന്നു. ആ ഓഫറുകൾ വഞ്ചിക്കപ്പെട്ട നിരവധി പരാതികൾ തിരുവനന്തപുരം ജില്ലയിലടക്കം പല ജില്ലകളിൽ നിന്നും പോലീസ് ആസ്ഥാനത്തേക്ക് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും പോലീസ് വളരെ ഗൗരവമായിട്ടാണ് ഈ സംഭവത്തെ കാണുന്നത്. നേരത്തെ സേതു ചോദിച്ചതുപോലെ തന്നെ അന്വേഷണം എങ്ങും എത്തുന്നില്ല എന്ന് പറയാൻ കഴിയില്ല. ഇവരുടെയൊക്കെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു എന്ന് വേണം പോലീസ് പറയുന്നത്. കൂടുതൽ വിവരങ്ങൾ പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമല്ല. കാരണം കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വിട്ടുകഴിഞ്ഞാൽ ഇവർ ഇത്തരം കേന്ദ്രങ്ങൾ പൂട്ടി അവിടെ നിന്നും രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അന്വേഷണം നല്ല രീതിയിൽ തന്നെ പുരോഗമിക്കുകയാണ്. ഈ പറയുന്ന തട്ടിപ്പുകാരൻ്റെ അടുത്തേക്ക് പോലീസ് പ്രത്യേക സംഘം എത്തിയിട്ടുണ്ട്. ഓക്കെ, ശരി, അത് വളരെ പ്രതീക്ഷ നൽകുന്ന കാര്യവുമാണ്. ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ ഓൺലൈനിലൂടെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗം പേരും, അല്ലെ? ഇപ്പം എനിക്ക് തന്നെ നേരിട്ടറിയാവുന്ന എത്രയോ ആളുകൾ ഇത്തരത്തിലുള്ള സ്കാമുകൾ നേരിടുന്നുണ്ടെന്നുള്ളതാണ്. അവർ എവിടെയെങ്കിലുമൊക്കെ പോയി കഷ്ടപ്പെട്ട് തിരഞ്ഞു പറക്കി കൊണ്ടുവന്ന് അത് ഓൺലൈനിലൂടെ വ്യാപാരം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ തന്നെ ആ സെയിം വീഡിയോ എടുത്തുകൊണ്ട് പോയി അവർ ആ ഫേക്ക് അക്കൗണ്ടുകളിലിട്ട് ആൾക്കാരിൽ നിന്ന് കാശ് പറ്റിക്കുന്നുണ്ട്. അത്